LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആദ്യഘട്ട പര്യടനം ഇന്ന് ചുങ്കത്തറ പഞ്ചായത്തിൽ പൂർത്തിയാകും. ആവേശകരമായ സ്വീകരണമാണ് പഞ്ചായത്തിലെങ്ങും ലഭിക്കുന്നത്. വിവരങ്ങളുമായി ഷമി പ്രഭാകർ ചേരുകയാണ്. ഷമി, ഇന്നിപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിലെ പ്രചരണത്തോടുകൂടി ആദ്യഘട്ട പ്രചരണം പൂർത്തിയാവുകയാണ് LDF സ്ഥാനാർത്ഥിയുടേത്. ഇന്നത്തെ പ്രചരണ പരിപാടികൾ ഇപ്പോൾ എവിടെയാണ് സ്ഥാനാർത്ഥിയുള്ളത്? മറ്റ് സമഗ്രമായ വിവരങ്ങൾ എന്താണ്? മനു, ചുങ്കത്തറ പഞ്ചായത്തിലാണ് ഇന്നത്തെ സ്വീകരണം. നമുക്കറിയാം, ചുങ്കത്തറ പഞ്ചായത്തും അതുപോലെ തന്നെ സ്വരാജും തമ്മിലൊരു പൊക്കിൾക്കടി ബന്ധമാണുള്ളത്. ചുങ്കത്തറ പഞ്ചായത്തിലെ മാർത്തോമ കോളേജിലാണ് ശരിക്കും സ്വരാജ് തൻ്റെ പ്രീ ഡിഗ്രി കാലം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓരോ കേന്ദ്രങ്ങളിലും സ്വരാജിൻ്റെ കൂടെ പഠിച്ചവരും ആ കാലത്ത് പഠിച്ചവരും സ്വരാജിൻ്റെ അധ്യാപകരും അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് പേര് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തി ഹാരാർപ്പണം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരൊക്കെ തന്നെ പലവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഭാഗമായി അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നവരാണ്. ഇപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ആ രാഷ്ട്രീയ വ്യത്യാസമെല്ലാം മറന്ന് സ്വരാജിനെ വിജയിപ്പിക്കുക എന്നൊരു കർത്തവ്യത്തിലേക്ക് അവർ എത്തുകയാണ്. ആ കാര്യങ്ങൾ തുറന്നു പറയാൻ തന്നെ പലരും തയ്യാറാകുന്നു എന്നുള്ളതാണ്. പൊതുവേദികളിലടക്കം അത്തരത്തിൽ പഴയ KSUവിലൊക്കെ നിന്നിരുന്ന സുഹൃത്തുക്കൾ സ്വരാജിന് വേണ്ടി സംസാരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വൈകാരികമായി വളരെ വികാരപരമായ ഒരു സ്വീകരണമാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞത്. സ്വരാജിനെ കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ സ്വരാജിനൊപ്പം സെൽഫി എടുക്കാൻ നിൽക്കുകയും സ്വരാജിനോട് പഴയ കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സുഹൃത്തുക്കളുടെയും അവരുടെ ബന്ധുക്കളുടെയും സഹപാഠികളുടെയും ഒക്കെ ഒരു നീണ്ട നിര എല്ലാ തലത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെ വളരെ വൈകാരികമായ സ്നേഹപൂർവ്വമുള്ള ഒരു സ്വീകരണം. സാധാരണ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാധാരണ രാഷ്ട്രീയപരമായ ആ ഒരു ബന്ധമാണ് കാണുന്നതെങ്കിൽ ഇവിടെ സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കുറച്ചുകൂടി വൈകാരികമായി ഹൃദയം കൊണ്ട് സ്പർശിക്കുന്ന തലത്തിലുള്ള ഒരു സ്വീകരണവും സ്നേഹവും പരസ്പരം പങ്കുവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ കേന്ദ്രങ്ങളിലും 50-100 പേരാണ് സ്വരാജിനൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ആരെയോടും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും അത്ര സ്നേഹത്തിലാണ് സ്വരാജിനെ കാണാൻ എത്തുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം, UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഏതൊരു കാര്യവും ഇപ്പോൾ എന്ത് മുന്നോട്ട് വെക്കണം എന്ന് പോലും തെരഞ്ഞെടുപ്പിന് എന്ത് മുന്നോട്ട് വെക്കണം എന്ന് പോലും അവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. എന്നാൽ സ്വരാജ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നത് വികസനമാണ്. കഴിഞ്ഞ 9 വർഷക്കാലം കേരളം നേടിയ വികസന നേട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഓരോ സ്വീകരണ യോഗങ്ങളിലും പറയുന്നത്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം, അതിൻ്റെ പ്രാധാന്യം, ജാതി മത വർഗ വർണ്ണവ്യത്യാസമില്ലാതെ മനുഷ്യർ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ നാട്ടിൽ വർഗീയത കുത്തിവെക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ അടക്കം ചെറുത്തു തോൽപ്പിക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കണം, എം സ്വരാജ് വിജയിക്കണമെന്ന് സ്വരാജ് പറയുമ്പോൾ വലിയ കയ്യടിയും ആരവവും ഉയരുന്നുണ്ട്. സ്വരാജിനെ ചുങ്കത്തറ പഞ്ചായത്തിൽ ഹൃദയം കൊണ്ട് ആൾക്കാർ വരവേൽക്കുകയാണ്. ഇന്ന് ആദ്യഘട്ട പ്രചരണം മനു പറഞ്ഞതുപോലെ പൂർത്തിയാവുകയാണ്. നാളെ മുതൽ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുന്നു. മന്ത്രിമാരുൾപ്പെടെ CPM-ൻ്റെയും LDF-ൻ്റെയും വലിയ ഒരു നിര നേതാക്കൾ ഇവിടെ എല്ലാ പഞ്ചായത്തിലും ബൂത്തുകളിലും പ്രചരണത്തിനും വോട്ടുപിടുത്തത്തിനുമായ ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. മനു, ശരി. ഷമിയാണ് വിവരങ്ങൾ നമുക്ക് ചുങ്കത്തറയിൽ നിന്ന്, നിലമ്പൂരിൽ നിന്ന് നൽകിയത്. ആവേശകരമായ സ്വീകരണത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്.